നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിക്ക് എന്താ സമാധിയായിക്കൂടെ? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കാണുന്ന ഒരു കമന്റ്. ഗോപൻസ്വാമിയുടെ സമാധിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് ചേരി തലപൊക്കിയിരിക്കുന്നു. ഒരു കൂട്ടർ ഗോപൻസ്വാമിയുടെ സമാധി പൂർണ്ണമായി അംഗീകരിക്കുന്നു, മറുവിഭാഗം സമാധിയെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു. ഇവിടെ ഭരണകൂടം ഇപ്പോൾ അടിമുടി വെട്ടിലാകുന്ന അവസ്ഥയിലാണ്. ഗോപൻസ്വാമിക്ക് പുതിയ കല്ലറ വീട്ടുകാർ ഇന്നലെ നിർമ്മിച്ചു. പോലീസ് പൊളിച്ച കല്ലറയ്ക്ക് സമീപമാണ് ഇപ്പോൾ പുതിയ കല്ലറ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഗോപൻസ്വാമിയുടെ മഹാസമാധിയെന്ന് വീട്ടുകാർ അറിയിച്ചു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ മൃതദേഹം വലിയ നാമജപ ഘോഷയാത്രയായി മഹാസമാധിക്കായി കൊണ്ടുവരും. വിപുലമായ ചടങ്ങുകളോടെ മഹാസമാധിയായി സംസ്കരിക്കും. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ നെയ്യാറ്റിൻകരയിലേക്ക് പുറപ്പെട്ടുവെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത്. സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഗോപൻസ്വാമിയുടെ മൃതദേഹം നാമജപ ഘോഷയാത്രയാവും വീട്ടിലേക്ക് കൊണ്ടുവരിക. ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടിലേക്ക് ഗോപൻസ്വാമിയെ കൊണ്ടുവരും. അതിനുശേഷം പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീടാവും മഹാസമാധി. മതാചാര്യന്മാരുടെ സാന്നിധ്യത്തിലാണ് മഹാസമാധി നടത്തുക എന്ന് വീട്ടുകാരും ഗോപൻസ്വാമിയോട് അടുപ്പമുള്ളവരുമൊക്കെ പറയുന്നു. പുതിയ കല്ലറയ്ക്ക് ഋഷിപീഠമെന്നാണ് പേർ നൽകിയിരിക്കുന്നത്. പുതിയ കല്ലറയുടെ നടുവിൽ ഒരു കല്ല് വച്ചിരിക്കുന്നു. ഇതിൽ ഗോപൻസ്വാമിയെ ഇരുത്തും. നേരത്തെ ഒരുക്കിയ കല്ലറയോട് ചേർന്നാണ് ഈ പുതിയ കല്ലറയും. ഒരു വശത്ത് ഗോപൻസ്വാമിയെ മഹാസമാധി ഇരുത്തി മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. തങ്ങളുടെ വിജയം എന്ന ഭാവത്തിലാണിപ്പോൾ ഗോപൻസ്വാമിയുടെ മക്കളും വീട്ടുകാരുമൊക്കെ. എന്നാൽ മറുവശത്ത് ഭരണകൂടവും പോലീസുമൊക്കെ അതീവ ജാഗ്രതയോടെ നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. ഗോപൻസ്വാമിയുടെ ശ്വാസകോശത്തിൽ ഭസ്മമുണ്ടായിരുന്നു എന്ന സംശയമാണ് ഡോക്ടർമാർക്ക്. ഇത് സംബന്ധിച്ച് ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരേണ്ടതുണ്ട്. ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അംശം കണ്ടെത്തിയാൽ അത് കൊലപാതക സൂചനയിലേക്ക് കാര്യങ്ങളെത്തും. ഒരുപക്ഷെ മക്കളെ ചോദ്യം ചെയ്യാനും കൊലപാതക കേസിൽ പ്രതികളാക്കാനുമുള്ള നീക്കം മറുവശത്ത് നടക്കും. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് അത്രയും മൂത്ത മകൻ സനന്ദനായിരുന്നു. മരണസമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇളയ മകൻ രാജസേനൻ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല. സനന്ദനൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് തന്റെ പിതാവിന്റെ സമാധിയെക്കുറിച്ച് തന്നെ. ഭസ്മം ശ്വാസകോശത്തിൽ കടന്നുവെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? ഇതിൽ ഡോക്ടർമാർ കരുതുന്നത് ഏറെ ദുരൂഹതകളാണ്. ജീവനോടെ സമാധി ഇരുത്താൻ ശ്രമിച്ചപ്പോൾ ഭസ്മം ഉള്ളിൽ ചെന്നതാവാം എന്ന് സംശയമാണ് ഡോക്ടർമാർ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇതിന്റെ മറുവശം മറ്റു തലങ്ങളിൽ ചർച്ചയാകുന്നു. ബലപ്രയോഗത്തിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും കല്ലറയിൽ കാണാമായിരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ബലപ്രയോഗമുണ്ടായി എങ്കിൽ ചമ്പരം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ കൈകളൊക്കെ കൃത്യമായി കെട്ടിവെച്ചിരിക്കുന്ന രീതിയിൽ എങ്ങനെ ഗോപൻസ്വാമി ഇരിക്കും? ഗോപൻസ്വാമിയുടെ സമാധി കല്ലറയിൽ നിറച്ചത് 3 ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവും. ബലപ്രയോഗത്തിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും അവിടെ പ്രകടമായിരുന്നില്ല. ഗോപൻസ്വാമിയുടെ മൃതദേഹത്തിൽ പുറമെ മുറിവുകളോ പരിക്കുകളോ ഒന്നും ദൃശ്യമായിരുന്നില്ല. വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിൽ കണ്ടെത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മാത്രം. ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധനാ ഫലം പുറത്തുവരും. ഗോപൻസ്വാമിയെ ജീവനോടെ സംസ്കരിച്ചുവോ എന്ന സംശയമായിരുന്നു പോലീസിൽ ഏറ്റവും ശക്തമായി ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ ഫലങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. ഇതുവരെയുള്ള പരിശോധനകളിലോ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാരംഭ റിപ്പോർട്ടുകളിലോ യാതൊരുവിധ സംശയങ്ങളും ഉരുത്തിരിയുന്നില്ല. അതുകൊണ്ടാണ് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസ് മെനക്കെടാത്തത്. എന്നാൽ ഭാര്യയുടെയും മകന്റെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഒരാൾക്ക് ഇരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ലുകെട്ടിയ ഒരു കല്ലറ. ഈ കല്ലറയുടെ മുൻവശവും മുകളിലത്തെ മൂടിയും മാത്രമാണ് ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയതിനു ശേഷം സിമന്റ് കൊട്ടടച്ചത്. പത്മാസനത്തിൽ ഇരിക്കുന്ന തലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദേഹമാകെ തുണി കൊണ്ട് പൊതിഞ്ഞിരുന്നു. 3 അടിയോളം വീതിയും 4 അടിയോളം പൊക്കവുമുള്ള അറയിൽ ഗോപൻസ്വാമിയെ ഇരുത്തിയ നിലയിലാണ് കണ്ടത്. ഗോപൻസ്വാമിയുടെ മൃതദേഹം കാണുമ്പോൾ വാ തുറന്ന നിലയിലായിരുന്നു. നാക്ക് പുറത്തേക്ക് തള്ളിയ നിലയിലും. മൃതദേഹത്തിന് നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ നിറച്ചിരുന്നു. പ്രാഥമിക ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരുന്നു.
ഗോപൻസ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇതുവരെ നടന്ന പരിശോധനയിൽ തെളിയുന്നത് എന്ന് മകൻ സനന്ദനൻ പറയുന്നു. അച്ഛൻ മഹാസമാധിയായതാണ്. ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്ന് സനന്ദനൻ പറയുന്നു. ഞങ്ങളുടെ പിതാവിന്റെ ദേഹം കൊത്തിക്കീറിയെന്നും സനന്ദനൻ പറയുന്നു. ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപൻസ്വാമിയുടെ മഹാസമാധി നടത്തുമെന്നും മകൻ പറഞ്ഞു. സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ട്. അച്ഛൻ സമാധിയായതാണ് എന്ന വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആരോപിക്കുന്നു. ആ കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ്. ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയിരിക്കുന്നു. അതിൽ എനിക്കും കുടുംബത്തിനുമൊക്കെ വലിയ വിഷമം. ഞങ്ങളെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തുവോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സനന്ദനൻ. ഇന്നലെ മാധ്യമങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചത് സനന്ദനൻ എന്ന മകൻ. എന്നാൽ നേരത്തെ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്ന രാജസേനന് ഇന്നലെ എന്തു സംഭവിച്ചു? രാവിലെ സമാധി തുറക്കാൻ ശ്രമിക്കുമ്പോൾ രാജസേനൻ വീട്ടിലുണ്ടായിരുന്നു, പുറത്തേക്കിറങ്ങിയില്ല. നെയ്യാറ്റിൻകര ഗോപൻസ്വാമി കിടപ്പ് രോഗിയായിരുന്നുവെന്നും അദ്ദേഹം എങ്ങനെ എഴുന്നേറ്റ് സമാധി പീഠത്തിലെത്തി എന്നും ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നു. അവർക്ക് മുന്നിൽ ഒരൊറ്റ സംശയം മാത്രമേ ബാക്കിയുള്ളൂ. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഇളയ മകൻ രാജസേനൻ. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ ഭാര്യ പോലും എങ്ങനെയാണ് ഈ മരണം എന്ന് കണ്ടിരുന്നില്ല. മക്കൾ പറഞ്ഞത് മാത്രമാണ് അമ്മയ്ക്കറിയാവുന്ന കാര്യം. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് പറയുന്നു. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശമുണ്ടെങ്കിൽ അത് കൊലപാതക സാധ്യതയിലേക്കുള്ള വിരൽ ചൂണ്ടലാവാം. അതിലപ്പുറം തലയിൽ കണ്ട കരിവാളിപ്പ്, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലെ നീല നിറം, ഇതൊക്കെ ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ കൃത്യതയോടെ പുറത്തുവരൂ. അതുകൊണ്ട് തന്നെ 2 തലത്തിലുള്ള വാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ മുറുകുന്നു. ഇതുവരെ മക്കളും കുടുംബവുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്ന തലത്തിലുള്ള തെളിവുകളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിലപ്പുറം പോലീസിന്റെ ചില സംശയങ്ങൾ. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവരട്ടെ, കൃത്യമായ അന്വേഷണം പോലീസ് നടത്തട്ടെ. ആ കുടുംബം പറയുന്നത് ശരിയെങ്കിൽ നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി നമ്മൾ അംഗീകരിക്കേണ്ടി വരും. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകൾ കൊണ്ട് നിറയുന്നു. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ ആത്മാവ് ഇനി ആകാശത്തുയർന്നു നിൽക്കുന്നത് കാണുമെന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് വരും വർഷങ്ങളിൽ നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി വിപുലമായി ആഘോഷിക്കുന്ന കേരളത്തെക്കുറിച്ചാണ്. ആൾദൈവങ്ങളുടെ പിറവിയിൽ മറ്റൊരാൾ ദൈവം കൂടി പിറന്നിരിക്കുന്നു എന്ന് മറ്റു ചിലരുടെ പരിഹാസം. എന്തായാലും മക്കളും വീട്ടുകാരുമൊക്കെ ഗോപൻസ്വാമിയുടെ ആ സമാധിയിൽ വിശ്വസിക്കുന്നു. തൽക്കാലം നമുക്ക് കാര്യങ്ങൾ നോക്കിയിരുന്ന് വിലയിരുത്താം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.